മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന പരാതിയിലെടുത്ത കേസിൽ സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടിയിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ പോലീസ് ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ ഭാഗമായാണ് കേസെന്ന് സുരേഷ് ഗോപി ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, ഇന്നലെയാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. എന്തായാലും സർക്കാരിൻ്റെ നിലപാട് അത് അറിയാനായി കോടതി അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്നായിരിക്കും ഒരുപക്ഷെ സർക്കാർ നിലപാടെടുക്കുക. കാരണം അദ്ദേഹത്തെ ദ്രോഹിക്കുക എന്ന ഒരു സമീപനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് എതിരെയുള്ള കേസിൽ അടുത്ത് തന്നെ കുറ്റപത്രം കൊടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഗുരുതരമായ ചില വകുപ്പുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ എന്നുള്ളതാണ്. അപ്പോൾ സുരേഷ് ഗോപി അന്ന് പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയതാണ്. ഇനി സുരേഷ് ഗോപിയെ വിളിപ്പിക്കില്ല ഈ കേസിൽ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു. കൂടുതൽ കഠിനമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു വിഷയം രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇപ്പോൾ കാണേണ്ടത്? കാരണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി ഒരുപക്ഷെ അറസ്റ്റിലേക്കൊക്കെ പോലീസ് പോകുമോ എന്ന് ഭയക്കുന്നത് കൊണ്ടുകൂടിയാണല്ലോ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ വാദം? എന്താണ് അദ്ദേഹം ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് രേഷ്മ? അരുൺ നമ്പ്യാർ, ഈ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തക നൽകിയ പരാതിയിന്മേൽ നടക്കാവ് പോലീസ് എടുത്ത കേസിന്മേലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഹർജി നൽകിയതെങ്കിലും ഇന്ന് അവധിക്കാല ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. സർക്കാരിന്റെ മറുപടി കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുൻപാകെ ഒരു വാദപ്രതിവാദം നടക്കുക. ഈ ഹർജിയിലുടനീളം സുരേഷ് ഗോപി ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് തന്നെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കേസ് എടുത്തത്. മാത്രമല്ല, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താൻ ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാര നടപടിയായിട്ടാണ് നിലവിൽ തനിക്കെതിരെ നടക്കാവ് പോലീസ് കേസ് എടുത്തത്. ഒപ്പം തന്നെ ഇത്തരം ഒരു കേസ് നടക്കാവ് പോലീസ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ നികുതി വെട്ടിച്ചു എന്നതിന്റെ പേരിൽ മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു കേസ് എടുത്തിരുന്നു. ഈ രണ്ട് കേസുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തനിക്കെതിരെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്നുള്ള വാദവും സുരേഷ് ഗോപി ഹർജിയിൽ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വന്ന ഹർജിയാണ്. ഇന്ന് സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മകളുടെ കല്യാണമടക്കമുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു പക്ഷം തന്നെ ജാമ്യത്തിൽ വിടാനായിട്ട് SHOയ്ക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ആവശ്യമെന്നുള്ള രീതിയിൽ ഹർജിയിൽ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒക്ടോബർ 27-നാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ തന്നെ മോശമായിട്ട് ഇത്തരത്തിൽ സുരേഷ് ഗോപി സ്പർശിച്ചു എന്നുള്ള ഒരു പരാതിയാണ് കോഴിക്കോട്ട് നിന്നുള്ള മാധ്യമപ്രവർത്തക നൽകിയത്. അവര് വനിതാ കമ്മീഷൻ അടക്കം പ്രസ്തുത പരാതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ, അതായത് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് മൊഴിയടക്കം രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് ചുമത്തിയ വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ജാമ്യം ലഭിക്കാവുന്ന 354(1)(a)(4) ആയിരുന്നു. പക്ഷേ നിലവിൽ കുറച്ചു ദിവസം മുൻപ് ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട്. 354, അതായത് ക്രിമിനൽ ഫോഴ്സോട് കൂടി ഒരു ദുരുദ്ദേശപരമായിട്ട് ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളതാണ് ആ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗുരുതര കുറ്റകൃത്യ സ്വഭാവം അടങ്ങിയിട്ടുള്ള വകുപ്പാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും അറിയാം, ഇത് കണ്ടവർക്കൊക്കെ അറിയാം. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ദുരുദ്ദേശപരമായിട്ട് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അതൊരു പബ്ലിക് പ്ലേസ് ആണ്.
ആ പബ്ലിക് പ്ലേസിൽ സുരേഷ് ഗോപി എന്നല്ല ആരും അത്തരത്തിൽ ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു ദുരുദ്ദേശം വെച്ച് സമീപിക്കുകയുമില്ല. ഇത് കേസ് നിൽക്കില്ല, പക്ഷേ എങ്കിലും ആ കേസിൻ്റെ പേരിൽ ഇങ്ങനെ ദ്രോഹിക്കുക, സ്റ്റേഷനിൽ വിളിപ്പിക്കുക, മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക, അത് മനഃപൂർവ്വമല്ലേ? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? അങ്ങനെയല്ലേ അതിനെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വെട്ടിലാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു കേസ് എടുത്തത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള 354 വകുപ്പ് കൂടി ചേർത്തതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 354 ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട പോലീസിനുണ്ട്. അതിൽ ക്രിമിനൽ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രൂവ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ടി വരും. അത് തന്നെയാണ് ഇതിൽ ഒരു വാദമായിട്ട് സുരേഷ് ഗോപി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ അദ്ദേഹം അക്കമിട്ട് ഈ ഹർജിയിലുടനീളം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വഴി തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ ആ ഒരു മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതൊരു വഴി തടഞ്ഞു നിർത്തുകയായിരുന്നു. അത് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു താൻ അങ്ങനെ പറഞ്ഞത് എന്നും അത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത്. ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഹർജിയിലും സുരേഷ് ഗോപി വാദിക്കുന്നു. നമുക്കറിയാം, അന്ന് തന്നെ ഈ ഒരു വിഷയം വിവാദമായ സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നുള്ള ഒരു പരാമർശവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പ് കൂടി ഒരു ചുമത്തിയ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി, അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തീർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ വെട്ടിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പോലീസിന്റെയും സർക്കാരിന്റെയും നടപടി. ആ പ്രതികാര നടപടിക്കെതിരെയാണ് നിലവിൽ നിയമപരമായിട്ട് തന്നെ സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ.